ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 13, 14, 15 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓഗസ്റ്റ് 13 പ്രത്യേകത വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ. ഓഗസ്റ്റ് 14 ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് പാകിസ്ഥാൻ. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാകുന്നത് കൊല്ലം ജില്ലയിൽ. വിദ്യാർത്ഥികളിൽ സംരംഭത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഡ്രീം വെസ്റ്റർ. PM സൂര്യഭവനം പദ്ധതിയുടെ ഭാഗമായി 500 കോടി രൂപ ചിലവിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും മാതൃകാ സൗരഗ്രാമം വരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പാക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പൊതുമേഖലാ സർവകലാശാലകളിലെ 15 റാങ്കിനുള്ളിൽ കേരളത്തിന്റെ 3 സർവകലാശാലകൾ. കേരള സർവകലാശാല 9, കുസാറ്റ് 10, മഹാത്മാഗാന്ധി സർവകലാശാല 13 റാങ്ക് നേടി. ആരോഗ്യ വകുപ്പിന്റെ ആർദ്ര കേരളം പുരസ്കാരം തുടർച്ചയായി 2ാം തവണയും സ്വന്തമാക്കിയ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് തദ്ദേശീയ സ്ഥാപനങ്ങൾക്കുള്ള ആരോഗ്യ വകുപ്പിന്റെ ആർദ്ര കേരളം പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം, മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്, മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം, കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവിയായി നിയമിതനായത് രാഹുൽ നവീൻ. 2024 ഓഗസ്റ്റിൽ പുറത്തുവന്ന ICC ഏകദിന ബാറ്റ്സ്മാൻ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം പാകിസ്ഥാന്റെ ബാർബർ അസം, 2ാം സ്ഥാനം ഇന്ത്യയുടെ രോഹിത് ശർമ്മ. ദി ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ കഥാകുലപതി പുരസ്കാരം നേടിയത് T പത്മനാഭൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ വെള്ളി മെഡൽ നൽകണമെന്ന ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി തള്ളി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായത് ഗോവിന്ദ് മോഹൻ. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യം ചൈനയിൽ ആദ്യമായി അവതരിപ്പിച്ച് ലെ മ്യൂസി എന്ന ചൈനീസ് പെൺകുട്ടി ചരിത്രം കുറിച്ചു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ഏർപ്പെടുത്തിയ 2024-25 വർഷത്തെ ഉപഭോക്തൃ രത്ന പുരസ്കാര വിജയി ജസ്റ്റിസ് കാറ്റി തോമസ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസി നോട്ടായ 1 രൂപയുടെ കറൻസി നോട്ട് പുറത്തിറക്കിയിട്ട് 75 വർഷമാണ് 2024 ഓഗസ്റ്റ് 12 പൂർത്തിയായത്. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമായുള്ള നാണയപ്പെരുപ്പം 5 വർഷത്തെ കുറഞ്ഞ നിരക്കായ 3.54% താഴ്ന്നു. 2024 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. വികസിത ഭാരതം 2047 എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം. ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു.